അസ്സലാമലൈക്കും, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ എന്നോടൊരു വ്യക്തി വന്ന് പറഞ്ഞു, എന്താണ് ആരിസ് ഭായ് നിങ്ങൾ സഹായമൊക്കെ തുടങ്ങിയിട്ട് നിങ്ങളധികം സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ എനിക്ക് അങ്ങേരുടേതൊന്നുമല്ല, ടോട്ടലായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരു സഹോദരി വന്നിട്ട് സഹായം ചോദിച്ചിട്ടുണ്ട്. ആ സഹോദരിയുടെ ഭർത്താവ് 20 വർഷമായി പ്രവാസ ലോകത്ത്, 20 വർഷമായി, ഒരു ഹൈന്ദവനായ ഒരാളാണ്. അപ്പോൾ ഈ സഹോദരി അടുത്ത വീട്ടിൽ 5 വർഷമായിട്ട് ബാത്റൂം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നുണ്ട് പല പ്രാവശ്യമായിട്ട് അവർ മുഖം കറുപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടൊന്നും ആലോചിച്ച് നോക്കണം ഒരു മനുഷ്യൻ്റെ അവസ്ഥ. അങ്ങനെ ആ സഹോദരി പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ സഹോദരി ഗവൺമെൻറ്റിലും, അതായത് നമ്മുടെ ഈ പഞ്ചായത്തിൽ അവർ അപേക്ഷിച്ചപ്പോൾ അവർക്ക് ബാത്റൂമിന് പൈസ പാസ്സാക്കി. എത്രയാണെന്നറിയോ? 10,000 രൂപ. അതിന് 2 കുഴിയും കൂടെ കുഴിച്ച് കാണിച്ചു കൊടുത്താലേ ആ 10,000 കിട്ടുള്ളൂ. ഇത് കിട്ടാൻ വേണ്ടി ആ സഹോദരി പല ഓഫീസിലും കയറി ഇറങ്ങിയിട്ടാണ് ഇത് പാസ്സായി കിടക്കുന്നത്. ഇപ്പം കൈ കിട്ടിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ആ സഹോദരി എടുത്ത് ഇട്ടപ്പോൾ 8,150 രൂപ തികച്ചും അക്കൗണ്ടിൽ വന്നായി. 8,150 രൂപ. ഇനിയും ഒരുപാട് പ്രവാസികൾ സഹായിക്കാനുണ്ട്. കാരണം സാലറിയും കാര്യമൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ 15 ദിവസത്തേക്കാണ് ഇപ്പോൾ ടോട്ടൽ അവരെ ഇട്ടിരിക്കുന്നത് ഗ്രൂപ്പിൽ. ഇനി അത് കഴിഞ്ഞ് അടുത്ത മാസം വേറൊരാളെ സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത മാസം വേറൊരാളെ, അങ്ങനെ മാസത്തിൽ ഒരു വട്ടം ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ 100% പോകും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് പരാജയപ്പെടാനൊന്നുമില്ല. ഇത് വലിയൊരു വിജയമാണ്. കാരണം അവരെ സംബന്ധിച്ചോളം ആ 10,000 എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ്. മനസ്സിലായ? കാണുന്നവർക്ക് നോക്കുമ്പോൾ 10,000 രൂപ പറയുമ്പോൾ ചെറിയ എമൗണ്ട് ആയിരിക്കും. അവരെ സംബന്ധിച്ചോളം അത് വലിയ എമൗണ്ടാണ്. കാരണം അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ കാണുന്ന എല്ലാ പഞ്ചായത്തിലും കയറി ഇറങ്ങിയിട്ടാണ് ഒരു 10,000 രൂപ പാസ്സായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് ഇത്രയും കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ വേറൊരു വിഷയമുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു ആരിഫ് ഹുസൈൻ ഉണ്ടല്ലോ, മറ്റേ ഈ ഒരുപാട് മുസ്ലിം വിരുദ്ധം പറയുന്നവൻ, അല്ലെങ്കിൽ ഒരു റീന ഫുള്ള് മുസ്ലിം വിരുദ്ധം പറയുന്ന ഇവരെയൊക്കെ കുറിച്ച് അവരിങ്ങനെ പറയുന്ന കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാർ വന്ന് നമ്മളെ തെറി വിളിക്കും, ഈ ഹൈന്ദവരായ ആൾക്കാർ തന്നെ. പക്ഷേ ഈ ഒരു കുട്ടിക്ക് ഒരു സഹായം ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ബാത്റൂം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾ പോലും അത് എന്താണെന്ന് ഒന്ന് അന്വേഷിക്കുന്നില്ല. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഓൾറെഡി ഉള്ള ഒരു 2-3 ആൾക്കാരുണ്ട്. അതായത് ലിസ്റ്റ് നോക്കി അറിയാൻ പറ്റും. അവർ മാത്രം വന്നിട്ട് അവർക്ക് സഹായിച്ചു. അല്ലാതെ ഈ ഗ്രൂപ്പ് ഈ എൻ്റെ പേജിൽ എന്നെ വീഡിയോ കണ്ടിട്ട് തെറി പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മനസ്സിലായി? അപ്പോൾ ഈ ഒരു കുട്ടി, ഒരു ഹൈന്ദവരായ ഒരു സഹോദരി വന്നിട്ട് ഇത്രയും കരഞ്ഞ്, എനിക്ക് ബാത്റൂം ഇല്ല ഇക്ക, ഞാൻ 5 വർഷമായിട്ട് അപ്പുറത്തെ വീട്ടിൽ ബാത്റൂം ഉപയോഗിച്ചിരിക്കുന്നു, ഒന്ന് സഹായിക്കുന്നു പറഞ്ഞിട്ട് കെഞ്ചി പറയുമ്പോൾ ഇവിടെ ഒരാളെയും കാണുന്നില്ല. ഈ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്നവർ ഒരാളെയും ഇല്ല. എത്രയേ ഉള്ളൂ, ആരുമില്ല. ഇപ്പം നമ്മളെ പൊങ്കാലിട്ടൊരു കാര്യമായിട്ടോ ഞാൻ ഉള്ളതാ പറയുന്നത്. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചങ്കിന് വെള്ളം പറ്റിയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഗ്രൂപ്പിൽ. അവർക്കൊരു ബാത്റൂം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ കേട്ടോ, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോകത്ത് കുറച്ച് കാലം ജീവിക്കുന്നത് അത് ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന പോലെ ഞാൻ പല വീഡിയോസ് പല രീതിയിലും ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? പിന്നീട് എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പിന്നീട് നമുക്ക് തോന്നൂല. എനിക്കിപ്പോൾ വീഡിയോ പല കണ്ടന്റ് കൊണ്ടുവന്ന ഒരു നിമിഷം കൊണ്ട് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് പോകും. ഇതുപോലെ ഒരു വീഡിയോ ഒന്നും ചെയ്താലൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഞാൻ വേറെ എന്തെങ്കിലും വിഷയമായിട്ട് വന്നിട്ട് അത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 100 പേര് ആ വീഡിയോ എടുത്ത് കൊണ്ടുപോയിട്ട് പല സ്ഥലത്ത് കൊണ്ടിട്ട് ഷെയർ ചെയ്തിട്ട് ഇയാൾ അങ്ങനെ പറഞ്ഞിട്ട് തെറിയും പറയാൻ 100 പേര് വരും. ഒരാൾക്ക് സഹായിക്കണം, ഒരാൾക്ക് നന്മ ചെയ്യണം പറഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല. അതങ്ങനെ തന്നെയാണ്. പിന്നെ പതിയെ ഈ നന്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഒരിക്കലും മാഞ്ഞു പോവില്ല. അത് പതിയെ നല്ലവരായ ആളുകളിലേക്ക് എത്തുള്ളൂ. കാരണം ഈ ദുനിയാവിൽ നന്മയുള്ള മനുഷ്യർ കുറച്ചും ദുഷ്ടന്മാർ കൂടുതലുമാണ്. സത്യമാണ്. അപ്പോൾ ഈ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നെല്ലാം അത് കടന്ന് ഈ നന്മ നല്ലതിലേക്ക് എത്തണം. എന്നിട്ടേ അത് നമ്മുടെയിലേക്ക് വരുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് വന്നിട്ട് ആ നല്ലവരിലേക്ക് എത്തൂല. ഏതൊരു മെസ്സേജ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പ് ആത്മാർത്ഥമായിട്ടും വളരെ കൃത്യമായിട്ടും പോയിക്കൊണ്ടിരുന്നതാണ്. നല്ല രീതിക്ക്. പിന്നെ നമ്മൾ ഇടയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് നമ്മുടേതായിട്ട് കുറച്ച് ജോലിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടാണ്. കാരണം ഒരു ഗ്രൂപ്പ് നടത്താന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നുമല്ല. അന്നൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായത്. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ലവരായ ആളുകൾ തീർച്ചയായിട്ടും പ്രവാസികൾ വരും. ഓരോ പ്രവാസിക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഇൻഷാ അല്ലാഹ് സഹായം കിട്ടിയിരിക്കും. അതിലൊന്നും ഒരു മാറ്റവുമില്ല.
പതിയെ പതിയെ കിട്ടും. ആ കുട്ടിക്ക് ഒരു 10,000 രൂപ കിട്ടി, ഇനിയും കിട്ടും. 10-25,000 രൂപ കിട്ടാതിരിക്കില്ല എന്തായാലും. നമ്മൾ 1 ലക്ഷം പ്രതീക്ഷിച്ചത് ആ ബാത്റൂം വെക്കാൻ. 25 രൂപ കിട്ടിക്കഴിഞ്ഞാലും 10,000 രൂപ ഈ പഞ്ചായത്ത് കിട്ടുന്നതിനേക്കാൾ എത്രയോ നിമിഷ നേരം കൊണ്ട് കിട്ടിയില്ലേ അല്ലേ? അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്കൊരു വിജയം തന്നെയല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ നമ്മുടെ വാട്സാപ്പിൽ ലിങ്ക് ഈ വീഡിയോനൊപ്പം ഉണ്ടാവും. ഓക്കെ.